തമിഴ്നാട്ടിലെ തേനി ജില്ലയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്. ഇവിടെ നല്ല വെയിലും ചൂടുമാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മഴയൊക്കെ ആരംഭിച്ചല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ കമ്പം തേനിയൊക്കെ ഏകദേശം നമ്മുടെ കേരളത്തിനോട് അടുത്ത് കിടക്കണം, ഇടുക്കി ജില്ലയുടെ അടുത്ത് കിടക്കണമല്ലോ. അപ്പം ഇടുക്കിയിലൊക്കെ നല്ല മഴയാണ്, അതിൻ്റെ കുറച്ച് വിഹിതം ഇവിടെ കിട്ടുമെന്നാണ് ഓർത്തത്. പക്ഷേ ഇവിടെ മഴ പെയ്തതിൻ്റെ ഒരു ലക്ഷണവും ഇല്ല കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വേനൽക്കാലമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ മഴക്കാലമല്ല, മഴയുടെ സീസണല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, തൊട്ടടുത്ത് കിടക്കണം നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിൽ എന്ത് വ്യത്യാസമാണെന്ന് ഓർത്ത് നോക്കി. നാഷണൽ ഹൈവേ 183 കൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കൊല്ലത്തു നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ വരെ പോകുന്ന ഹൈവേ ആണ്. ഈ പാതയോരങ്ങളിലൊക്കെ നിറയെ പുളിമരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കാണാം. തമിഴ്നാടിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ്. ഈ പാതയോരങ്ങളിൽ മാത്രമല്ല, വൻതോതിൽ പുളി കൃഷി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന വാളം പുളി മുതൽ പുളിമുട്ടായി വരെ ഏറ്റവും കൂടുതൽ കയറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. നമ്മൾ ഈ NH 183 കൂടെ പോകുമ്പം വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ പല ഭാവങ്ങളിൽ നമുക്ക് ലഭിക്കും. വെസ്റ്റേൺ ഗാട്ട്സ് ഇങ്ങനെ മതിലൊക്കെ കെട്ടി വെച്ചേക്കുന്ന പോലെ. നമ്മുടെ രാമക്കൽമേടൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് വരും. ഇവിടുന്ന് നോക്കിയാൽ കാണാം വിൻഡ് മിൽസൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അതിൻ്റെ താഴെയൊക്കെ വിൻഡ് മിൽ പാടങ്ങളാണ്, പിന്നെ വലിയ തെങ്ങും തോപ്പുകളും. പിന്നെ ഈ കാണുന്ന കണ്ടില്ലേ, ഇതൊരു തടാകമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തീരെ കുറവാണ്, വറ്റി വരണ്ട് കിടക്കുവാണ്. കുറച്ച് വെള്ളം ഉണ്ട്, അതിൽ ഒഴുകുന്നുണ്ട്. ഇത് കൃഷിക്ക് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം എടുക്കാനായിട്ട് ചെയ്തേക്കുന്നതാണ്. പക്ഷേ നമ്മൾ കനിയണം, കേരളം കനിയണം ഇവർക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കണമെന്നുണ്ടെങ്കിൽ. നമ്മളിപ്പം ഈ ഹൈവേ തന്നെ ചിന്നമന്നൂർ എന്ന സ്ഥലത്തിനടുത്തുള്ള സീലായംപട്ടി ഗ്രാമത്തിലാണുള്ളത്. അപ്പോൾ സീലായംപട്ടിയിൽ കാണുന്ന പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് പൂക്കളാണ്. ഇവിടെ പ്രാദേശികമായിട്ട് ഇവിടെ പൂക്കൾ വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട്, ജമന്തി പൂക്കളും റോസാപ്പൂക്കളൊക്കെ. അപ്പം അതിനോടനുബന്ധിച്ച് ഇവിടെ ഒരു മാർക്കറ്റൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പൂക്കൾ വിൽക്കുന്ന മാർക്കറ്റ്. ഇവിടെ പുറത്ത് നമുക്ക് കുറേ കടകൾ കാണാം. ഈ കാണുന്ന കടകളെല്ലാം തന്നെ കണ്ടില്ലേ, ആ ഒരു സൈഡിൽ കുറേ കടകളുണ്ട്, അത് ഇവിടെ ഉണ്ട്. എല്ലാം തന്നെ പൂക്കളിങ്ങനെ മാല കെട്ടി വിൽക്കുന്ന കടകളാണ്, കണ്ടില്ലേ. ഇവിടെ എല്ലാം മാലകളാണ്, ഈ പൂക്കൾ തന്നെ വിൽക്കുന്ന ഒരു മാർക്കറ്റ്, ഹോൾസെയിൽ മാർക്കറ്റും ഇത് ഇവിടെ അകത്തുണ്ട് കേട്ടോ. ഇവിടെ മാലകളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്ന് നിൽക്കുന്നവരെ. ഇതൊരു ഗ്രാമപ്രദേശമാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഗ്രാമക്കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പൂക്കളൊക്കെ കൃഷി ചെയ്തേക്കുന്ന പാടങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പോയി കാണാം കേട്ടോ. ഇവിടെ ലൈവായിട്ട് മാല കെട്ടുന്ന കണ്ടില്ലേ, ജമന്തി പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് മാല കെട്ടുന്നത്. ഇത് മാല ഇത് കെട്ടി വെച്ചേക്കുന്നതാണ്. ജമന്തി അതുപോലെ തുളസി ഉപയോഗിച്ചിട്ടാണ്. അതായത് മുല്ലപ്പൂവിൻ്റെ മാലയുണ്ട്. നാരങ്ങയൊക്കെ മാലയിൽ കോർക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഈ പൂക്കളുടെയൊക്കെ മണം അടിച്ചിട്ട് ഓണക്കാലം മനസ്സിലേക്ക് വരുവാണ്. ഇതുകൊണ്ട് റോസാപ്പൂക്കൾ വെച്ചിട്ട് ചെയ്തേക്കുന്നൊരു മാലയാണ്. കല്യാണ മാലകളും പിന്നെ ഇത് മുടിയിലൊക്കെ ചൂടാനായിട്ടുള്ള മുല്ലപ്പൂ മാലയൊക്കെ ഉണ്ട്. ഇതൊരു മാല വന്ന് എത്രയാവും റേറ്റ്? 200 രൂപ. ചിന്നതോ 100. 100ഉം 200ഉം. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രഷ് പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ മാലകളെല്ലാം കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ മാല കെട്ടുന്ന കാണാം. ആ മാല കെട്ടുന്നതിൻ്റെ സ്പീഡ് നോക്കി. ഉണ്ടോ, വാഴനാരിലാണ് കെട്ടിയെടുക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ ചെറിയ കടകളാണ് കേട്ടോ. ഞാൻ നോക്കുമായിരുന്നു ഇവിടെ വേറെ കടകളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഉള്ള ഒരു 95% കടകളും പൂക്കൾ വിൽക്കുന്ന, അതായത് മാലകൾ വിൽക്കുന്ന കടകളാണ്. ഇവിടെ പൂക്കൾ വിൽക്കുന്ന മാർക്കറ്റിനുള്ളിലാണ്. ഇവിടെ ഈ പുറത്തുള്ള കടകളെല്ലാം മാലകൾ കെട്ടി വിൽക്കുന്ന കടകളാണ്. അപ്പോൾ ഇത് ഇവിടെ റോസാപ്പൂക്കൾ ഉണങ്ങാനായിട്ട് വെച്ചേക്കുന്നത് കാണാവേ. ഇത് ഇവർ നല്ലപോലെ ഉണക്കി വെച്ചിട്ട് ഇത് പൊടിച്ചിട്ട് ഇത് ഫേസിൽ തേക്കാനായിട്ടാണ് കേട്ടോ. സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയിട്ടേ അവിടുത്തെ പൂക്കളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇവിടെ രാവിലെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇത് ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞത് കേട്ടോ. പൂക്കൾ മാത്രം വിൽക്കുന്ന ഒരു ഹോൾസെയിൽ മാർക്കറ്റാണിത്. ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വിൽക്കുന്ന പൂക്കളിൽ നല്ലൊരു ശതമാനം ഈ ഗ്രാമത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും ജമന്തി പൂക്കൾ കണ്ടില്ലേ, ഇതിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട്, മഞ്ഞയുണ്ട് ഓറഞ്ചും ഉണ്ട്. അതുപോലെ തന്നെ ജമന്തി പൂക്കൾ പോലെ തന്നെ റോസാപ്പൂ കണ്ടില്ലേ, ഈ ഒരു വെറൈറ്റിയാണ് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഈ ഗ്രാമത്തിൽ തന്നെ ചെയ്യുന്നതാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള റോസാപ്പൂക്കൾ. അപ്പോൾ ഈ കാണുന്ന വെറൈറ്റി ഇതിവിടെ ചെയ്യുന്നതല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് ഹൊസൂറിൽ നിന്ന് കൊണ്ടിരുന്നതാണേ. ഹൊസൂർ ബാംഗ്ലൂർ ഭാഗത്തുനിന്നും ഈ ഒരു മാർക്കറ്റിലേക്ക് പൂക്കൾ എത്തിക്കുന്നുണ്ട്. ഇത് റേറ്റ് ഇങ്ങനെ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. മാർക്കറ്റ് വില ഇന്നത്തെ റേറ്റ് ആയിരിക്കില്ല നാളെ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ എന്ന് പറയുന്നത് ഓരോ ദിവസം ഈ മാർക്കറ്റ് വില അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് ഇന്നത്തെ വില എന്ന് പറയുന്നത് മാക്സിമം 70 രൂപയാണ്. അതായത് ഇതിൻ്റെ സൈസ് അനുസരിച്ച് ഇവർ തരംതിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വലിയൊരു സൈസാണ്. ഇത് കിലോ വരുമ്പോഴത്തേനും 70 രൂപ വരും. 20 രൂപ മുതലുണ്ട്. അതിൻ്റെ ചെറിയത് നമുക്ക് കാണാം, കണ്ടില്ലേ, ഇതൊക്കെ ചെറിയ പൂവാണ്.
അപ്പോൾ 20 രൂപ മുതൽ 70 രൂപ വരെ 2 കളറും ഉണ്ട് ഇവിടെ. ഇവിടെ വന്നിട്ട് ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ ഇതേ പൂക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കടകളിലേക്കൊക്കെ ആയിട്ട്. ഇപ്പം ഈ മാർക്കറ്റ് ഏകദേശം കാലിയായെന്ന് പറയാം. ഇവിടെ അതിരാവിലെ വരണം നമുക്ക് നല്ല രീതിയിൽ പൂക്കളുടെ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് ഇവിടുന്ന് പൂക്കൾ കയറ്റും. ഇവിടെ പ്രധാനമായിട്ട് ഇടുക്കി ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും കട്ടപ്പന, കുമളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, പിന്നെ എറണാകുളത്തേക്കൊക്കെ ഇവിടുന്ന് പൂക്കൾ വിടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓണം ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ഒരുപാട് വെറൈറ്റീസിലുള്ള പൂക്കളെത്തും. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വില ഈ നാടൻ റോസയ്ക്ക് കിലോയ്ക്ക് 100 രൂപയാണേ. ഇത് പുറത്തുനിന്ന് കൊണ്ടിരുന്നല്ല, ഇവിടെ തന്നെ ചെയ്യുന്നതാണ് ഈ ഗ്രാമത്തിൽ. പുറത്തുനിന്ന് കൊണ്ടിരുന്ന വെറൈറ്റീസ് ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടിരുന്നതാണ്, കണ്ടില്ലേ? ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടിരുന്നത്. ഇതൊന്നും ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ, ജോജിപ്പ് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിലകൾ കൊണ്ട് ഏറ്റവും കൂടിയ വില അതെ മുല്ലപ്പൂവിനാണ്. മുല്ലപ്പൂ മൊട്ടാണ് 1000 രൂപയാണ് ഇന്നത്തെ വില കിലോയ്ക്ക്. ഇതൊരു 6-7 കിലോ ഉണ്ട്. അപ്പോൾ ആലോചിക്കുക 7000 രൂപയുടെ മുതലാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇതും ഈ മുല്ലപ്പൂക്കളൊക്കെ ഇവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ സീസൺ അനുസരിച്ച് ഇവിടെ വെറൈറ്റീസൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ എല്ലാ സീസണിലും ഉണ്ട്, എല്ലാ വർഷത്തിലെല്ലാ മാസത്തിലും എല്ലാം ഉണ്ടല്ലേ? എപ്പോഴും മുല്ലപ്പൂ സീസണിലാണോ? ഇപ്പം സീസണല്ലേ? സീസൺ ആരംഭിച്ചല്ലോ? സീസൺ കഴിഞ്ഞതാ? ശരി. അപ്പം അങ്ങനെ അധികം വെറൈറ്റീസ് ഇപ്പം നിലവിലില്ല. കുറച്ച് പൂക്കളും പിന്നെ ഇത് ഇങ്ങനെയുള്ള തുളസി ഇലക്കെട്ടുകളും പിന്നെ ഇതൊക്കെ ഈ ബൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസൊക്കെയാണ് നിലവിലിപ്പം ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഈ ബൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഇലയാണ്, ഇലവർഗത്തിൽ പെടുന്നതാണ്. ഇവിടെ ഈ കടകളിലേക്ക് മാല കെട്ടാൻ ആവശ്യമായിട്ടുള്ള വാഴനാരാണ് ഈ കൊണ്ടുവച്ചേക്കുന്നത്. ഇവിടെ വഴിയരികിലായിട്ട് വലിയൊരു പഞ്ഞിമരം നിൽക്കുന്നുണ്ട്. ഒരു പഞ്ഞിമരം മാത്രമല്ല, ഈ ഒരു പ്രദേശത്ത് കുറേ പഞ്ഞിമരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ മരത്തിൽ കുറേ കായ്കളൊക്കെ പഞ്ഞിക്കായ കായ്ച്ച് കിടക്കുന്നുണ്ടില്ല, അതിങ്ങനെ ഉണങ്ങി കിടക്കുവാണ്. ഉണങ്ങി ഇങ്ങനെ പൊട്ടി വീഴാറായി കിടക്കുവാണ്. അതുപോലെ പഞ്ഞിമരത്തിൻ്റെ ചോട്ടിൽ ഒരപ്പൂപ്പൻ, നല്ല പ്രായമായ ഒരു അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ ഇരുന്നിട്ട് പഞ്ഞിക്കായെന്ന് പഞ്ഞി വേർപെടുത്തുവാണ്. അപ്പോൾ ഇത് നിറയെ അതെ ഈ മരങ്ങളിൽ നിന്നൊക്കെ പറിച്ച് കൂട്ടിയിട്ടേക്കണ പഞ്ഞിക്കായകളാണ്. കണ്ടില്ല, ഇതെല്ലാം ഉണങ്ങിയതാണ്. നമുക്ക് അതിൻ്റെ അകത്ത് പഞ്ഞി കാണാം. ഇനി ഇത് തല്ലി പൊട്ടിച്ച് അതിൻ്റെ അകത്ത് പഞ്ഞി വേർപെടുത്തി എടുക്കൊണ്ടില്ലേ, പൊട്ടിച്ച് വെച്ചേക്കുന്ന കണ്ടില്ലേ. അതങ്ങനെ എടുത്തിട്ട് ഇതേ ചാക്കുകളിലാക്കി വെച്ചേക്കണ്ടില്ല. ഇത് ഒത്തിരി കുരുക്കളുണ്ട്, ആ കുരുവെല്ലാം കളയണം. എന്നിട്ട് പഞ്ഞി മാത്രമായിട്ട് ചാക്കിലാക്കി ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടോ, അവിടെയൊക്കെ ചാക്ക് കെട്ടുകൾ നമുക്ക് കാണാം. ഇതിൽ നിറയെ ഇട കുരുക്കളുണ്ട്, കുരുവെല്ലാം മാറ്റിയെടുക്കണം. ഇതേ പഞ്ഞി എടുത്തിട്ടേ മൊത്തം പറക്കുവാണേ, മൂക്കിലൊക്കെ കയറി. മെത്തയ്ക്ക് അല്ലേ? ഇത് മെത്തയ്ക്കും അതുപോലെ തലവണയൊക്കെ ഉണ്ടാക്കാനായിട്ടാണേ. അപ്പോൾ അത് ഈ ചെറിയ വീടിനകത്താണ് അണ്ണൻ താമസിക്കുന്നത്. ഒരു ഷെഡെന്ന് പറയാം. ഇതിനുള്ളിലും പഞ്ഞി എടുത്ത് വെച്ചേക്കുന്നുണ്ടല്ലേ ചാക്കിൽ. ഇതെങ്ങനെ കൊണ്ടാണ് ഇത് പഞ്ഞി? തേനിയിലാ? அங்கே கொண்டு கொடுக்குவா? இது கிலோக்கு வந்து என்ன கிடைக்கும், எவ்வளோ கிடைக்கும்? அது ஒரு கிலோவுக்கு வந்து நல்ல விலை போனால் கிலோவுக்கு 20 ரூபா கிடைக்கும். 20 ரூபா? இது நம்ம இந்த மரத்து எல்லாம் குத்தி அதை பூரா பிடுங்கி காய போட்டு தட்டி கொண்டு போகிறது. 20 ரூபா கிடைக்கும். இருக்கிற மரங்க அந்த மரங்கள்லாம் அடிக்கிறது. ഇവിടെ കുറേ മരങ്ങളുണ്ട് കേട്ടോ. இந்த மரம் அந்த பின்னாடி இந்த இருக்குல்ல. അക്ക ഇത് ആരാ എടുക്കണത് മരത്തിലേറി? ആമ്പിളെ ആളുക. ആളുകൾക്ക് അവർക്ക് കൂലി എന്നാ? കൂലി 1000 രൂപ. 1000 രൂപ ഒരു നാളേക്ക് 1000 രൂപ ഉണ്ട്. ഇവിടെ നിറയെ പഞ്ഞിമരങ്ങളുണ്ട്. കിലോയ്ക്ക് 20 രൂപയാണ് കിട്ടുന്നത് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല പഞ്ഞിയാണെന്നുണ്ടെങ്കിൽ 20 രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്. വക്കയുടെ വീടാണ് ആ കാണുന്നത്. ഇതെന്നാ ഇത്? ഇവിടെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ മണ്ണ് കണ്ടോ, മൺകട്ടയാണ് അകത്ത്. എന്നിട്ട് മണ്ണ് വെച്ച് തേച്ച് അതിൽ കുപ്പിച്ചില്ലൊക്കെ ഇരിക്കാണ്ടല്ലോ. ഇതൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള വീടുകളൊക്കെ കുറേ കാണാം കേട്ടോ, പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ. ചിന്ന വീടാ. ഇതൊക്കെയുള്ള കട്ട ഇറക്കാ? കട്ട ഓക്കെ. കട്ടയുണ്ട്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണ് വെച്ച് തേച്ചെടുത്തേക്കുന്നതാണ്. ഇതിനുള്ളിൽ തന്നെ പശുക്കളെ വളർത്തുന്നുണ്ട്, അതുപോലെ കോഴികൾ, ആട്,
അങ്ങനെ എല്ലാം ഉണ്ടേ. ആടിനെ കഴിക്കാനായിട്ട് ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ട് കൊടുത്തേക്കുവാണ്. ഇത് അക്കയുടെ വീട്. വീടിനോട് ചേർന്ന് തന്നെ തൊഴുത്തുണ്ട്. ആ, ഇതാവും കൂടെ വീട്. ആ ആ, ഒരു മുറിയുള്ളൂ, ചെറിയൊരു മുറിയുള്ളൂ കേട്ടോ. அந்த வீட்டுக்குள்ள ஆர்க்கி இருக்கு? நானும் எங்கள் வீட்டுக்காரர் இருக்கோம். ஆ, 2 பேர். அங்கே எங்கே போச்சு? அது இந்த புல்லு வெட்ட போயிரு. ആ ആ, മാടുകൾക്ക് മാട്ടുക്ക്. ആ புல்லு வெட்ட போயிரு. ആ, അതും ഒരു വീടാണ്. അവിടെ ഒരു വീട്, ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. ഇങ്ങനെ ഈ വീടിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ച കാണിച്ചു തരാതെ ഇത് കണ്ടോ, ഇങ്ങനെയുള്ള വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്. ഈ റോഡ് സൈഡിൽ തന്നെ കണ്ടോ. ആ വീടെന്ന് പറയാൻ മാത്രം ഒന്നും ഇല്ല കേട്ടോ. വീടിൻ്റെയൊക്കെ അവസ്ഥ നോക്കി കണ്ടില്ല. ഈ ഇതെല്ലാം അടന്നു പോയിട്ട് തൊട്ട് അടന്നു പോരും. അപ്പോൾ ഈ കോമ്പൗണ്ടിലുള്ളതിൽ നല്ലൊരു വീടെന്ന് പറയുന്നത് ഈ അണ്ണൻ താമസിക്കുന്നതാണ്. വീടെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഷെഡെന്ന് പറയാം. അതിൻ്റെ ചുമര് നോക്കി ഓരോ കമ്പനികളുടെ ഒക്കെ പരസ്യം ചെയ്യും ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ. ഇവർക്ക് പൈസ കൊടുക്കും കമ്പനിക്കാർ. അപ്പോൾ ഈ മൂടിയിട്ടിരിക്കുന്നതെല്ലാം പഞ്ഞിക്കായ തന്നെയാണ്. ഇത് കണ്ടില്ലേ, ചാക്കിലാക്കി വെച്ചേക്കുന്നത്. ഈ പഞ്ഞിമരങ്ങൾ കൂടാതെ ഈ ഒരു കമ്പം തേനി ഭാഗത്ത് ഇത് കൃഷി ചെയ്യുന്നുണ്ട്, പഞ്ഞിമരങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അണ്ണൻ്റെ കൂടെ സഹായത്തിനായിട്ട് അണ്ണൻ്റെ ഭാര്യ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ ജോലി ചെയ്യാനായിട്ട്. ഇത് പഞ്ഞി കൃത്യമായിട്ട് എടുത്തിട്ട് ഇവിടെ ചാക്ക് കെട്ടുകളിലാക്കി വെച്ചേക്കുന്നതാണ്. ആ, അതിൻ്റെ തൂക്കം നോക്കാനാണോ ത്രാസൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ 35 കിലോ മുകളിലുണ്ട്. ഈ പഞ്ഞിയുടെ ഉപയോഗം എല്ലാവർക്കും അറിയാലോ അല്ലേ. ഇവർ മെയിനായിട്ടും ഇത് ഉപയോഗിക്കുന്നത് മെത്ത ഉണ്ടാക്കാനും തലയണയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ പഞ്ഞി ഉപയോഗിച്ച് കിടക്കുകയും തലയണയൊക്കെ ഉണ്ടാക്കുമായിരുന്നല്ലോ. ഇപ്പം അതിനാരാ മെനക്കെടുന്നത് അല്ലേ. പഞ്ഞിവരം വെറുതെ നിൽക്കുന്നത് കാണാം. അതിൽ നിന്നാരും പഞ്ഞിക്കായെന്ന് അങ്ങനെ അതൊക്കെ എടുക്കുന്നതൊന്നും കാണാറില്ല. നാട്ടുപുറത്തൊക്കെ പണ്ട് ഉപയോഗിക്കുമായിരുന്നു. ഈ കള്ളിക്കിടക്ക എന്നൊക്കെ പറഞ്ഞ കിടക്കയില്ലേ, അതൊക്കെ ഈ പഞ്ഞി നിറച്ചാണ് ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹൈവേയുടെ ഓരത്ത് തന്നെയുള്ള വലിയൊരു കൃഷിയിടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ വലിയൊരു പാടശേഖരം, അതിൽ കുറേ സ്ഥലത്തായിട്ട് പൂക്കളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ജമന്തി പൂക്കൾ, ജമന്തി ചെണ്ടുമല്ലി എന്നൊക്കെ പറയുന്നത്. ആ 2 കളറുകളിലും നമുക്ക് കാണാം. നമ്മൾ ഗുണ്ടൽപേട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പോലെ ചെണ്ടുമല്ലി മാത്രമല്ല, അതിനൊപ്പം തന്നെ റോസാപ്പൂക്കളും ഉണ്ട് കേട്ടോ. അതിൻ്റെ തോട്ടങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പിന്നെ ഈ ചിന്നമന്നൂരിൽ പ്രധാനമായിട്ടും വാഴയാണ് ചെയ്യുന്നത്. വാഴ ഏക്കർ കണക്കിന് ഇവിടെ ചെയ്യുന്നുണ്ട്. തെങ്ങുണ്ട്, അതുപോലെ പച്ചക്കറികൾ. ഇവിടെ ഈ ഒരു പാടശേഖരത്തിൽ തന്നെ ചെറിയ ഉള്ളി ചെയ്തിട്ടുണ്ട്, കറിവേപ്പിലുണ്ട്. ഇത് ചിരിച്ചായിരിച്ച് അറുത്ത് മാർക്കറ്റിൽ. ആ, ഇനിയും പെരുസാവുക? ഇല്ല ഇല്ല, അവളത് ഓഞ്ചിരിച്ച്. ആ ആ, ഓക്കെ. അപ്പോൾ ഇത് അറക്കാറായിട്ടെന്ന് പറഞ്ഞു കേട്ടോ, എടുക്കാറായിട്ടുണ്ട്. കണ്ടോ, വലിയൊരു ഏരിയ തന്നെ അതെ ഈ പൂക്കൃഷികൾക്ക് വേണ്ടിയിട്ട് മാറ്റിയെടുത്തേക്കുവാണ് കേട്ടോ. അതിൽ മലയാളം പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായില്ല. ഇവർ നനയ്ക്കാനായിട്ട് വെള്ളം എടുക്കുന്നത് ഇവിടെ ഒരു കുളം കുത്തിയിട്ടുണ്ടേ, അതിൽ നിന്നാണ്. അക്കാ മുല്ലപ്പെരിയാർ തണ്ണി ഇങ്ങ വരുവാ? ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇതെന്താ ഇത്? ആ, വെള്ളം എടുത്തു ഞാൻ ഓർത്തായിരുന്നു. തണ്ണി വരുതാ മുല്ലയാറ്. ആ, അപ്പം മുല്ലപ്പെരിയാറിലെ വെള്ളമാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള കൃഷികൾക്കെല്ലാമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഇങ്ങനെയുള്ള കുളങ്ങളും കുത്തിയിട്ടുണ്ടേ. ഓ എൻ്റെ പൊന്നോ, നല്ലപോലെ വെള്ളമുണ്ടല്ലോ. ഇവിടെ ഓലയൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂര കാണാവേ. ഓ, അതിനുള്ളിലായിട്ടൊരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് വിശ്രമിക്കാനായിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ആ, കസാപ്പാട്. ആ ആ, ചോറ് കഴിക്കുന്നേ ഉള്ളൂ. ഇപ്പം സമയം വന്നിട്ട് 2:30 ആയി. അപ്പോൾ നല്ല മഴ വരാൻ പോവുകയാണ്. അപ്പോൾ നല്ല വെയിലെന്നൊക്കെ പറഞ്ഞിട്ട് അത് പെട്ടെന്ന് അന്തരീക്ഷം മാറി കേട്ടോ. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ ആ കുളത്തിൽ നിന്ന് വെള്ളം അടിച്ചത് ഇങ്ങനെ ഒരു തോടുണ്ട്. ആ തോട് വഴി ഈ കൃഷിയിടങ്ങളിലേക്ക് അങ്ങ് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ആ ആ, ഇവിടെ ഈ പൂക്കളുടെയൊക്കെ കൃഷി ചെയ്തേക്കുന്ന പാടശേഖരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നല്ല തെളിനീര് പോലത്തെ വെള്ളം കണ്ടില്ലേ. താങ്ക്സ് ഒക്കെ. ഒക്കെ ഒരു പഴം തന്നാണ് കേട്ടോ, ചെങ്കതളി. ഒക്കെ ചോറിൻ്റെ കൂടെ പഴം. ചോറ് ഒരു
ഒഴിച്ചു കൂട്ടാനുണ്ട്, പഴം അത് മിക്സ് പണുവാ ഇല്ല. ആ ആ ആ ശരി, ആ കഴിക്കേ. ഇന്നത്തെ വേല മുടിച്ചാച്ചാ. ആ വെള്ളം ഒഴുകി പോകുന്ന ഒരു ചാലാണേ, ആ കുളത്തിൽ നിന്ന് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ജമന്തി പൂക്കളും അതുപോലെ റോസ ചെടികളാണ് ഈ കാണുന്നത്. അതിൽ പൂക്കൾ കുറവാണ്, ഇവർ ഈ ഡെയിലി എടുക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു ഇനം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഈ പിങ്ക് കളറിലുള്ള. ഇതിങ്ങനെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇത് കണ്ടമാനം ഏരിയയിലുണ്ടേ, കുറേ ഏക്കറോളം ഇവിടെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് പറിക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ ചെറിയൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ അറുത്തെടുക്കുകയാണ്. ഇത് കണ്ടില്ലേ പറിച്ചു കൊണ്ട് കൂട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഹൈവേ എന്നൊക്കെ മാറിയത് ഇങ്ങനെ ഉള്ളിലേക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രാമ കാഴ്ചകളൊക്കെ ലഭിക്കും. അപ്പോൾ തെങ്ങിൻ തോപ്പിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ഗ്രാമീണ പാതയാണ്. ഇവിടെയൊക്കെ ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാം. ആ ഹൈവേയുടെ ഓരത്ത് കണ്ട പോലെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളൊന്നുമല്ല, അല്പം കൂടി നല്ല നിലവാരത്തിലുള്ള വീടുകളാണ് ഇവിടെ കൂടുതലും. കണ്ടല്ലേ, എങ്ങും വലിയ പാടശേഖരങ്ങൾ തന്നെയാണ് കാണുന്നത്. അതുപോലെ പശ്ചിമഘട്ടം തലയുയർത്തി നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഉൾഗ്രാമങ്ങളിലേക്ക് വരണം. കണ്ടില്ലേ, വിശാലമായിട്ട് പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളും അങ്ങ് ദൂരെയായിട്ട് വലിയ മലനിരകൾ നമുക്ക് കാണാം. അതിനപ്പുറം നമ്മുടെ കേരളമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. കാർമേഘങ്ങളൊക്കെ നോക്കിയ മാനത്ത്. അപ്പോൾ ഇവിടെ മഴയുടെ എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ അണ്ണനോട് ചോദിക്കുമായിരുന്നു ഇവിടെ മഴയുണ്ടോ എന്ന്. ഇവിടെ മഴ പെയ്യില്ലാന്ന് പറഞ്ഞേട്ടാ. മഴയില്ല ഇല്ല. അപ്പോൾ ശരിക്കും എന്തായാലും നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലക്ഷണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല കാറ്റും, കാരണം നല്ല തണുത്ത കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാടശേഖരങ്ങളിലും പൂക്കൃഷി വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ചെമ്പാങ്ങി എന്ന് പറയുന്ന ഒരു ഇനമാണേ, കണ്ടില്ലേ, അതിൻ്റെ മൊട്ടാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഈ കല്യാണ മാലകളൊക്കെ കോർക്കാനായിട്ടാണ് ഇതിൻ്റെ പൂക്കളൊക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു പാടമാണ് ഈ കാണുന്നത്. അത് നനയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്പ്രിങ്ക്ലറാണ് യൂസ് ചെയ്യുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നത് അതിലൊരു ആറുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ആ ആറ്റിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്, കണ്ടില്ലേ. പൈപ്പുകൾ വഴി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുപോലെ ഇതൊക്കെ നെൽപ്പാടങ്ങളാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. അതുപോലെ റോസാപ്പൂക്കൾ ചെയ്യുന്നുണ്ട്. ഈ ഏരിയയിലും ചെണ്ടുമല്ലി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ നോക്കി, ഇതൊക്കെ ഈ ബൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതല്ലേ, ഇങ്ങനെ മരം പോലെ വളർത്തിയേക്കുന്നത് കണ്ടില്ലേ, ഈ പൂക്കളുടെയൊക്കെ ഒപ്പം തന്നെ. ഈ പാടശേഖരങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന നോക്കി, ഇത് കണ്ടില്ലേ, ഇത് PVC പൈപ്പല്ല, ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബാഗ് പോലെ കണ്ടില്ലായിരുന്നു നിറച്ച് വെള്ളം കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പോയ സ്ഥലത്തെക്കാളും കൂടുതൽ റോസാപ്പൂക്കൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണേ. ഈ ഒരു ഇനം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ, കണ്ടില്ലേ, ഈ പിങ്ക് കളറിലുള്ളത്. ഓക്കെ, ഇതെല്ലാ ദിവസവും എടുക്കുക, എല്ലാ ഡെയിലി മാർക്കറ്റിൽ. ഇത് ഇതിൻ്റെ റേറ്റ് എவ்வளோ കിടക്കും? അത് അന്നന്നേക്ക് മാർക്കറ്റ് വില. അന്നന്ന മാർക്കറ്റ് വിലയിലല്ലേ. ഇത് കണ്ടില്ലേ, പറിച്ചെടുക്കണ കണ്ടോ. പശുവിനെ കൊടുക്കുന്ന പുല്ല് അത് നടുന്ന ഒരു കാഴ്ചയാണേ. അതിൻ്റെ കമ്പുകൾ വെട്ടിയിട്ട് ഇത് നോക്കി, ഇതിവിടെ ഞാൻ പറഞ്ഞ ആറില്ലേ, ആ ആറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെ കനാലുകൾ വഴി. ഒരു തടിപ്പാലം പലകയാണ് ഇട്ടിട്ടുണ്ട്. കണ്ട, അത് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. കരിമ്പിൻ്റെ ഒക്കെ ഒരു തണ്ട് പോലെ. ഞാൻ ആദ്യം വിചാരിച്ച കരിമ്പ് നടുവായിരിക്കുമെന്ന്. ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇതുണ്ട്, ആ തോട്ടിൽ നിന്നാണ് വെള്ളം അടിച്ചെടുക്കുന്നത്, കണ്ടില്ലേ. എന്നിട്ടിങ്ങനെ പൈപ്പ് വഴി അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഫ്ലെക്സിബിളാണേ. അതുപോലെ തന്നെ ആ തോട്ടിലെ വെള്ളം അവിടെ ഒരു ആറിൽ നിന്ന് വരുന്നതാണ്. ആറിലെ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തുറന്നു വിടണം കേട്ടോ. അപ്പോൾ നാലോചൊക്കെ വെള്ളം വരുന്ന ആ ഒരു വഴി. എന്തായാലും തേനി ജില്ലയിലെ തന്നെ വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. പശ്ചിമഘട്ട മലകൾ കോട്ട കെട്ടി തിരിച്ചേക്കുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ സീലായംപട്ടി റിവറാണ് ഈ കാണുന്നത്, ഒഴുകി പോകുന്നത്. ഇത് ഇവിടെ ഒരു കാഴ്ചയുണ്ടേ, സീലായംപട്ടി റിവറിന് കുറുകെയായിട്ട് ഒരു ചെക്ക് ഡാമൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് വരുന്നത് കണ്ടോ.
നിരവധി പേരാണ് കുളിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അധികം ആഴമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അവിടെ കുട്ടികളൊക്കെ ഇറങ്ങി കുളിക്കുന്നും കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഈ നദിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വർഷത്തിൽ 365 ദിവസവും വെള്ളം ഉണ്ടാവും. കാരണം മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വെള്ളം എത്തും. ഡാമിൽ അങ്ങനെ വെള്ളം ഇല്ലാത്ത ഒരവസ്ഥ വരില്ലല്ലോ. ഈ നദിക്കരയിലായിട്ട് ഇവിടെ ഒരു ശ്മശാനം കാണാം. തമിഴ്നാട്ടിലിങ്ങനെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ശ്മശാനങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർ മരിച്ചു കഴിഞ്ഞാൽ വീട്ടുവളപ്പിലൊന്നും അടക്കില്ല. ഇങ്ങനെയുള്ള ശ്മശാനങ്ങളാണ് കൂടുതൽ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെളും പ്രദേശത്ത് അടക്കാനായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ടായിരിക്കും. ഇവിടെ ഈ ദഹന പ്രക്രിയയാണ് നടക്കുന്നത്. അതായത് വിറക് ഉപയോഗിച്ചുള്ള ദഹന പ്രക്രിയയാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടോ, അങ്ങനെ 2 എണ്ണം നമുക്കിവിടെ കാണാം. കാലങ്ങളായിട്ട് ഇങ്ങനെ തീ കത്തി കണ്ടില്ല, അതിൻ്റെ വാർക്ക കമ്പിയൊക്കെ തെളിഞ്ഞ് കാണാം കേട്ടോ. വിള്ളലുകളൊക്കെ സംഭവിച്ച് നെല്ലും പച്ചക്കറികളൊക്കെ വിളയുന്ന വലിയ പാടശേഖരങ്ങളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ എല്ലാം ഈ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ നദി, അതായത് ബേസിക്കലി നമ്മുടെ മുല്ലപ്പെരിയാറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ കൃഷിയെല്ലാം ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു ഭാഗത്തെല്ലാം. അപ്പോൾ ഈ നദിയിലൂടെയാണ് വെള്ളം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞല്ലോ. അതിവിടെ ഈ പാടശേഖരങ്ങളിലേക്ക് വന്നിട്ട് ചെറിയ തോടുകൾ വെട്ടി അങ്ങ് ദൂരേക്ക് കൊണ്ടുപോകുകയാണ്. ഈ ഒരു പ്രദേശത്ത് വിൻഡ് മില്ലുകളും ഉണ്ട്. ഇവിടെ ചെറിയൊരു കടയുണ്ട് ഈ ചെക്ക് ഡാമിലേക്ക് ഇറങ്ങുന്ന വഴിയിലായിട്ട്. പക്ഷേ ഈ പ്രദേശമൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഈ തുണികളാണ്, ഈ കൊണ്ടുവരുന്ന തുണികളെല്ലാം കൂടെ ഇവിടെ ഊരിയിട്ടിട്ട് ദൂരെ കിടക്കുന്നതെന്ന് നോക്കി. ഇതൊക്കെ എന്തുമാത്രം തുണികളാണ് കിടക്കുന്നതെന്ന്. ഇവിടെ കുളിക്കാൻ വന്നിട്ട് ഇവർ ഈ തുണിയൊന്നും ഇല്ലാതെയാണോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? ഇതിൽ നടക്കാൻ പറ്റില്ല. ഇവിടെ നല്ല രീതിയിൽ വഴുക്കലുണ്ട്, നമ്മൾ താഴെ പോകും. എന്തായാലും ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഈ ചുട്ടു പൊള്ളുന്ന വെയിലിൽ നിന്നൊരു ആശ്വാസമാണ് കേട്ടോ ഈ ഒരു തടയണ. നമുക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങാനൊക്കെ തോന്നും. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഒരു ആഴം എന്തോരൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ പ്രാദേശികരായിട്ടുള്ളവരാണ് ഇവിടെ മെയിനായിട്ടും വരുന്നത്. ഇത് കുടിത്തണ്ണി ഇത് ആ ഓ എന്താ ഏരിയാവില്ല ആ ഇവിടുന്ന് വെള്ളം കുടിക്കാനായിട്ട് ഇത് കണ്ടില്ല, ഇങ്ങനെ കിണർ പോലെ നിർമ്മിച്ചിട്ട് അതിൽ നിന്ന് പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഉണ്ടോ, മോട്ടർ പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ന് വെള്ളം അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പേര് ഇരുന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടേ. മീൻ വല്ലതും കിട്ടിയെന്ന് നമുക്ക് പോയി നോക്കാം. എന്തായാലും ഈ ഒരു വൈകുന്നേര സമയത്തിൽ നടക്കാനൊരു പ്രത്യേക സുഖമാണ്. വെയിലില്ല, നല്ല കാറ്റ്, നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ഇവർ ഉപയോഗിക്കുന്നുണ്ട്, കൃഷികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ കുടിക്കാനൊക്കെ ആയിട്ട് എന്തോരം കിണറുകളാണെന്ന് നോക്കി ഈ നദിക്കുള്ളിൽ തന്നെ നിർമ്മിച്ച് വെച്ചേക്കുന്നത്. മീൻ കിടച്ചാ ആ ആ ഓക്കെ ഓക്കെ ആ വലിയ മീനാണല്ലോ. ഇതെന്നാ മീൻ ഇത്? ആരൽ ആ ആറ, നല്ല നീളമുണ്ട് കണ്ടോ. ഇത് പണ്ടാരോ ഒരു കോമഡി പറഞ്ഞത് ഓർക്കുകയാണ്. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ വെള്ളം കുടിച്ചും ചാവും, തമിഴ്നാട്ടുകാർ വെള്ളം കിട്ടാറേയും ചാവുമെന്ന്. പാളയം ആ ആ ഓ ശരി ശരി. അതായത് ആ വഴി അത് ഉത്തമപാളയത്തു നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ അതായത് ചിന്നമന്നൂരിലേക്ക് ഷോർട്ട് കട്ടാണേ. നേരത്തെ ഈ പാലം ഇല്ലായിരുന്നു. ഈ പാലം ഇവിടെ ഉണ്ടാക്കിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് മുന്നേ ഇവർ പോയിക്കൊണ്ടിരുന്നത് ഇതിനെ ചുറ്റി വളഞ്ഞ് അങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ, പുതിയ പാലമാണ്. ആ പൂക്കൃഷി ചെയ്യുന്നിടത്ത് അക്കയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടോ, ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു ഊർജ്ജം പ്രസരിപ്പിക്കുകയാണ് അവരുടെ വാക്കുകളിൽ. കാരണം അതില്ലാതെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഗ്രൗണ്ട് വാട്ടർ കുറവാണ്, മഴയുടെ ലഭ്യത തീരെ കുറവാണ്. മെയിനായിട്ടും കനാലുകൾ വഴിയാണ് ഈ പാടശേഖരങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടൊരു മെയിൻ കനാലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ സബ് കനാലുകളും ഉണ്ടേ. ഇവിടെ കണ്ടൊരു കാഴ്ചയാണ് ഇത്. നോക്കി, ഇങ്ങനെ ഒരു കല്ലിൽ ഒരു ചിത്രം കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അതിങ്ങനെ കോറി വെച്ചേക്കുന്നത് നോക്കി. ഇത് പുരാതന കാലത്ത് വല്ലതും ചെയ്തതായിരിക്കുമോ, അതല്ലെങ്കിൽ ഈ കല്ല് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ നാട്ടിയതാണോ, അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അടുത്ത കാലത്ത് ചെയ്തേക്കുന്നതൊന്നുമല്ല, പഴക്കം ഉണ്ടെന്നാണ് ഞാനിങ്ങനെ കരുതുന്നത് കേട്ടോ. അപ്പോഴിവിടെ ഈ കൃഷി ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവർ ഈ പാടശേഖരങ്ങളിലൊക്കെ അതെ ഈ കാണുന്ന പോലെയുള്ള കാടും പള്ളയും നട്ടുപിടിപ്പിക്കും കേട്ടോ. അത് കാടും പള്ളയൊന്നും അല്ല, കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തേക്കുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോവും. ഇങ്ങനെ പയർ വർഗ്ഗത്തിൽപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ അതല്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇവർ വളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ഇവിടെ നോക്കി നമുക്ക് കാണാം 2 തരത്തിലുള്ള ചെടികളുണ്ട്. ഇനി ചെറുതുണ്ട്, പിന്നെ അതിൻ്റെ വലുതുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് കാനം എന്നാണ്. കാനവും പിന്നെ ആ വലിയ ചെടിക്ക് ചനമ്പെന്നും പറയും.
അപ്പോൾ ഇത് വളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷിക്ക് മുന്നോടിയായിട്ട് ഇത് നട്ടുപിടിപ്പിച്ച് ഏകദേശം പാകമായി കഴിയുമ്പോഴത്തേനും കൃഷി ഇറക്കുന്നതിന് മുന്നേ ട്രാക്ടർ ഇറക്കിയിട്ട് ഇത് മൊത്തം ഉഴുതുമറിയും. അന്നേരം ഈ ചെടികൾ ഈ ചെളിയിലേക്ക് അരഞ്ഞ് ചേരും. അപ്പം എന്താ പറയുക, രാസവളത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പക്ക ജൈവവളം മണ്ണിലേക്ക് ചേർന്നിട്ട് അങ്ങനെയാണ് എന്താണ് നടുന്നത്. മെയിനായിട്ട് ഈ നെൽകൃഷി ഇറക്കുന്നതിന് മുന്നേ ആയിട്ടാണ്, നെൽപ്പാടങ്ങളിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കാളപൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കാളകളെ കുളിപ്പിച്ച് സുന്ദരന്മാരാക്കിയത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. ആ ആ ആ ആ ഓക്കെ. ഉഴാനായിട്ട് ഉപയോഗിക്കുന്ന കലപ്പ ഇത് ഉണ്ടല്ലേ? ആ ആ ആ ആ ആ ശരി ശരി ശരി. കലപ്പയാണ്. ആ കണ്ടോ, അങ്ങനെ ആ നുഖത്തിലേക്ക് ബന്ധിപ്പിക്കുവാണേ. ഇന്നത്തെ വേല മുടിച്ചാ? ആ കണ്ടോ, അതിലേക്ക് വെച്ച് ബന്ധിപ്പിക്കുവാണേ ആ നുഖത്തിലേക്ക്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലാതെ ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, നല്ല വെയിറ്റാണ്. കണ്ടോ ഈ കലപ്പ കൊണ്ടുപോകുന്ന നോക്കി എങ്ങനെയാണെന്ന് നോക്കി. കലപ്പ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതിൻ്റെ ഉഴുതു മറിക്കുന്ന ആവശ്യമില്ലേ, അതാ അവിടെ വെച്ച് കെട്ടുവാണേ. ആ നെല്ല്, ആ ഇവിടെ നെല്ല് വിതയ്ക്കാനാണ്. അപ്പം അങ്ങനെ കെട്ടിയിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നല്ല വെയിറ്റാണ് അതിനാ കലപ്പയ്ക്ക്. സാധാരണ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് കലപ്പയല്ല അത്. അപ്പോൾ ഇവിടെ വലിയൊരു വൃക്ഷം കാണാവേ, ഒരു പടുകൂറ്റൻ ആൽവൃക്ഷമാണ്. കാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെയാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഈ കാറ്റ് ഇത്രയും കൂടുതലുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വിൻഡ് മില്ലുകൾ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്.